എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാൻറ് എങ്ങനെ കട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള തുണി ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ ഒരു ലൈന് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ കട്ട് ചെയ്യാൻ പോകുന്ന പാൻറ്റിൻ്റെ ലെങ്ത്ത് 30 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റ് ഈ മുകൾ ഭാഗത്തു നിന്ന് അടിഭാഗത്തേക്ക് ഒരു 29 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ എക്സ്ട്രാ തുമ്പ് മടക്കടിക്കാനുള്ള തുമ്പ് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ അതും മാർക്ക് ചെയ്യുക. അതേപോലെ ഈ രണ്ടാമത്തെ സൈഡിലും 30 പാൻറ്റിൻ്റെ ലെങ്ത്ത്, 29 ഇഞ്ചാണ് മാർക്ക് ചെയ്യണുള്ളൂ. എക്സ്ട്രാ മടക്കടിക്കാൻ ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ലൈന് വരക്കുക കേട്ടോ. അങ്ങനെ കറക്റ്റ് ലൈന് വരച്ചു. ഇതിൻ്റെ ലെങ്ത്ത് 30 ഇഞ്ചാണ്. നമ്മളിത് മാർക്ക് ചെയ്തത് 29 ഇഞ്ചാണ്. ഒരു ഇഞ്ച് കമ്മിയാക്കിയിട്ടാണ്, കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾക്ക് ഇതിൻ്റെ ബെൽറ്റ് വെക്കുമ്പോൾ 1.5 ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് കുറവ് അവിടെ കറക്റ്റായിട്ട് നമ്മൾ 29 30 തന്നെ പാൻറ്റ് കിട്ടും. അതായത് 1.5 ഇഞ്ചാണ് നമ്മളിതിന് മുകളിൽ എക്സ്ട്രാ വെക്കാൻ പോകേണ്ട ബെൽറ്റിൻ്റെ വീതി. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്താണ് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഈ മുകൾ ഭാഗത്തുനിന്ന് ഈ സൈഡിക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അടുത്ത ഇതിൻ്റെ സീറ്റിൻ്റെ ആ ഭാഗം വരേണ്ട ആ ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സീറ്റ് ലൂസ് 26 ഇഞ്ചാണ് റൗണ്ടിൽ ടോട്ടൽ. അതിൻ്റെ പകുതി 13, അതിൻ്റെ പകുതി 6.5, അതായത് 26ൻ്റെ 4.5 ഭാഗം 6.5. അത് ഈ കൂടി ഒരു 1.5 ഇഞ്ചും പാടെ ഇട്ടിട്ട് ഇവിടെ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ 8 + 8 16 ഇഞ്ച്, ആ 16 ഇഞ്ചിൽ ഇവിടെ അടിഭാഗത്ത് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ആ ഫസ്റ്റത്തെ ഈ ഷേപ്പ് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ അത്രയും കൂടെ കൂട്ടിക്കൊണ്ട് അടിഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു ലൈന് വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ലൂസാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും മുകളിൽ വരേണ്ട ലൂസ്, ആ ലൂസ് 18 ഇഞ്ചാണ്. 18ൻ്റെ പകുതി 9 ഇഞ്ച്. അത് ഈ കരഭാഗം ഉണ്ട്, അവിടെ ഒരു കരഭാഗം കഴിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 9 കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 9ൻ്റെ സെൻറ്റർ 4.5ആണ്, അത് കറക്റ്റ് 4.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 1.25 കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം എത്ര നോക്കുക, അത് ഒരു 8 ഇഞ്ചാണ്. ഓക്കെ, 8 ഇഞ്ച്. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഈ തലക്കുന്ന് ഈ സൈഡ് വരെ, അതായത് ഇപ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കേണ്ട ഒരു 1/2 ഇഞ്ച് ക്രോസിലകരം മേലക്ക് ഉണ്ടാവുക. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ക്രോസിലകരം മേലക്ക് ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ സൈഡ് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇതേപോലെ ക്രോസ് വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അരവണ്ണം എത്ര നോക്കുക. അരവണ്ണം 24ആണ്. 24ൻ്റെ പകുതി 12 ഇഞ്ച് വരും. അതിൻ്റെ പകുതി 6 ഇഞ്ച്, അതായത് 24 ഹരിക്കണം 4 ഭാഗമാക്കുകയാണ്. അതിലൊരു ഭാഗം 6 ഇഞ്ച്. ആ 6 ഇഞ്ച് കൂടി ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ തുമ്പ് കൂട്ടിക്കാണ്ട് 6.25 ഇവിടെ മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈന് വരയ്ക്കുക കേട്ടോ. ഓക്കെ, അതായത് അരവണ്ണത്തിൻ്റെ 4 ഭാഗത്തു കൂടി 3/4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്യും. ഇനി നമ്മൾ സീറ്റ് ലൂസ് ഫസ്റ്റ് പറഞ്ഞില്ലേ, 26 ഇഞ്ചാണ് സീറ്റ് ലൂസ്. അതിൻ്റെ 4 ഭാഗം 26 13 6.5 വരും. 6.5 കൂടി ഒരു 3/4 ഇഞ്ച് കൂട്ടിയാൽ 6.5 7/4. അത് ഇവിടെ ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കുക. ഓക്കെ, കറക്റ്റാണ്. അതായത് ഇവിടെ ഒരു 1/4 ഇഞ്ചും ഇവിടെ ഒരു 1/2 ഇഞ്ചും തുമ്പ് പോകും സ്റ്റിച്ച് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ബാക്കി നമ്മളെ സീറ്റ് ലൂസ് കറക്റ്റ് ആവണം ഫ്രണ്ടുമേ. ഇനി ഈ അളവ് 5 ഇഞ്ചാണ്. ഈ തലക്കന്ന് ആ 5 ഇഞ്ച് എല്ലാ ഭാഗത്തേക്കും മാർക്ക് ചെയ്യുക. അതായത് ആ മുകൾ ഭാഗത്തെ ആ ലൂസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ സെൻറ്ററത്തെ ലൂസ് 15.5ആണ്. അതിൻ്റെ പകുതി 7.25 ഇഞ്ച്. അത് കറക്റ്റ് ഈ സെൻറ്റർ ആക്കിയിട്ട് 2 ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ട് 7.25 കറക്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു 3.25 ഒരു പോയിൻ്റ് ഉണ്ടാവും 2 സൈഡുക്കും. ഓക്കെ, അങ്ങനെ ആ 7.25 കറക്റ്റ് മാർക്ക് ചെയ്യണേ. എന്നിട്ട് ഈ പാനിൻ്റെ ബോട്ടൽ ലൂസ് 11, അതിൻ്റെ പകുതി 5.5. അത് കറക്റ്റ് ഈ സെൻറ്റർ ആക്കിയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ, 5.5. അപ്പോൾ 2 ഭാഗത്തേക്കും 2.25 ഇഞ്ച് ഉണ്ടാവും. എന്നിട്ട് ഈ ലൈൻ ഇതുപോലെ കറക്റ്റിന് ലൈൻ വരയ്ക്കുക, ഈ മാർക്കിങ് തമ്മിൽ. ഓക്കെ, ഇവിടെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, വരച്ചു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇതുപോലെ ചെറിയൊരു ഷേപ്പ് വരയ്ക്കുക. ഇതേപോലെ ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ, അടിഭാഗത്ത് മാത്രം. ഓക്കെ, അത് വരച്ചിട്ടോ. 24 ഇഞ്ചാണ് നമ്മൾ അരവണ്ണം വരുന്നത്. ആ 24 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 24 ഇവിടുത്തെ ലൂസ് വരുന്നത് 18 ഇഞ്ചാണ്. ഓക്കെ, അടിഭാഗത്ത് ലൂസ് 15.5ആണ്. ഓക്കെ, ഏറ്റവും ബോട്ടൽ ലൂസ് വരുന്നത് 11 ഇഞ്ചാണ്. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണ് വരിക? അപ്പോൾ 24ൻ്റെ 4 ഭാഗം 6 ഇഞ്ച് വരും. അതിൽ കൂടി ഒരു 3/4 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ വരും കറക്റ്റ് അളവ്. ഓക്കെ, 3/4 ഇഞ്ച് കൂട്ടിയിട്ട് വരും. ഓക്കെ, ഇനി 18ൻ്റെ പകുതി 9 ഇഞ്ച് കറക്റ്റാണ് വരിക. അതുതന്നെ 15ൻ്റെ പകുതി 7.75 അത് കറക്റ്റ് അളവാണ്. 11ൻ്റെ പകുതി 5.5 അതും കറക്റ്റ് അളവ്. എക്സ്ട്രാ നമ്മൾ അടിക്കാള തുമ്പൊക്കെ ബാക്കുമ്മ ഇട്ടിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടുമ്മ അടിഭാഗത്ത് ലൂസിൽ തുമ്പിടുന്നില്ല, ഒക്കെ ബാക്കുമ്മാണ് തുമ്പിടുന്നത് കേട്ടോ. ഫ്രണ്ട് കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മളെ പാൻറ്റിൻ്റെ സെൻറ്ററായിട്ട് വരിക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ സീറ്റിൻ്റെ ഈ ഷേപ്പ് എങ്ങനെ മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ സീറ്റ് ലൂസ് എടുത്തു, അതിൻ്റെ 4 ഭാഗത്തു കൂടി 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി. അതായത് 26ൻ്റെ 4 ഭാഗം വരുമ്പോൾ 13.6 അതിൽ കൂടി 1.5 ഇഞ്ച് കൂട്ടിക്കൊണ്ട് ഒരു 8 ഇഞ്ചിലാണ് ഇത് മാർക്ക് ചെയ്ത്. ഓക്കെ, 8 ഇഞ്ചിലാണ് ഇത് മാർക്ക് ചെയ്ത്. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്യാണ്. ഇത്ര ഉള്ള ഒരു പാൻറ്റിൻ്റെ ഫ്രണ്ട് മാർക്ക് ചെയ്യാണ്. ഇതുപോലെയാണ് ഫ്രണ്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ പാൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പ്ലീറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പ്ലീറ്റ് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഈ അരവണ്ണത്ത് കൂടി ഒരു 1 ഇഞ്ചും പാടെ എക്സ്ട്രാ കൂട്ടിക്കാണ്ട് അവിടെ ആ 1 ഇഞ്ചിൽ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ മാർക്ക് ചെയ്ത മാർക്കിങ് കൂടി തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാണ്. സൈഡ് ഭാഗം കട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫ്രണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്രണ്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ക്രോസ് പോക്കറ്റിന് മാർക്ക് ചെയ്യാണ്. ഒരു 1.5 ഇഞ്ച് ഈ ഭാഗത്തേക്കും അടിഭാഗത്തേക്കും ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് അവിടെ ആ മാർക്കിങ്ങിൽ കറക്റ്റായിട്ടൊരു വെട്ടിടുകയാണ്. വെട്ടിട്ടിട്ട് ഈ മാർക്കിങ്ങിലാണ് നമ്മൾ ആ സൈഡത്തെ ആ ക്രോസ് പോക്കറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് കഴിഞ്ഞു. അടുത്ത് ഇനി ബാക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് ബാക്ക് കട്ട് ചെയ്യണം കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ വെക്കുക. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അതായത് ചെരിവൊന്നും പാടില്ല, അപ്പോൾ അതാവും. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ കറക്റ്റ് ഈ സെൻറ്റർ മാർക്കിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ തുണി ഫോൾഡ് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് എല്ലാ ഭാഗത്തും ഒരേ അളവാണോ നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ അടിഭാഗത്തും ആ സെൻറ്റർക്ക് കറക്റ്റ് അളവ് കറക്റ്റാണോ നോക്കിയാൽ മതി, എന്നാലും ഇത് കറക്റ്റായിട്ട് കിടക്കുള്ളൂ. ഓക്കെ, വളയാതെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, ശരിക്കും മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ എൻഡിൽ നിന്ന് ഈ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ മാർക്കിങ് ഇതുപോലെ ക്രോസിൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ ഈ സൈഡത്തെ ഈ കട്ട് ചെയ്ത ആ ഫ്രണ്ടിൻ്റെ അതേ അളവിൽ ഇതുപോലെ ചെറിയൊരു മാർക്കിങ് കൊടുത്തു. ഓക്കെ, ഇനി ഈ ബാക്കിൻ്റെ സൈഡ് അടിക്കാൻ ഒരു 1/2 ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി 24 അരവണ്ണാണ്. അതിൻ്റെ 4 ഭാഗം 6 ഇഞ്ച്, ഇവിടെ നിന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ അര മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ടക്ക് അടിക്കണം, അതിന് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യണേ. എന്നിട്ട് ഇതിൻ്റെ ബെൽറ്റിൻ്റെ ബാക്കിക്ക് എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് തുമ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് അരവണ്ണത്തിനെയും കാട്ടിലും എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് തുമ്പ്. നമുക്ക് ഇനി വേണമെങ്കിൽ അരവണ്ണം കൂട്ടാൻ പറ്റേണ്ട ഒരു രൂപത്തിലാണ് നമ്മൾ സാധാരണ യൂണിഫോം പാൻ്റൊക്കെ അടിക്കൽ. കാരണം പെട്ടെന്ന് ചിലപ്പോൾ സൈസ് വ്യത്യാസങ്ങൾ വരും കുട്ടികൾക്ക്. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ബെൽറ്റിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് അത് വരിക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇതുപോലെ വരയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഈ വരച്ച് അതേപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ സെൻറ്ററിലല്ലേ, ഈ രണ്ടിൻ്റെയും സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതായത് അരവണ്ണത്തിൻ്റെ ആ സെൻറ്ററിലൊരു മാർക്കിംഗ് കൊടുക്കുക. അവിടെ ബാക്ക് സൈഡിന് ഒരു ടക്ക് വരാണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ സൈഡിൽ ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇവിടെ ഫ്രണ്ടിനെക്കാട്ടിലും ഒരു 1.5, ഇവിടെ ഈ ഫ്രണ്ടിനെക്കാട്ടിലും ഒരു 1.25 ഇഞ്ച്. ഓക്കെ, ഇവിടുന്ന് ഒരു 2 ഇഞ്ച്, ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച്, ഇവിടുന്ന് 1.25 ഇഞ്ച് ആ ഫ്രണ്ടും വന്ന് അങ്ങോട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അവിടെ ഇതുപോലെ ലൈന് വരയ്ക്കുക. ഇതാണ് നമ്മൾ ആ ബാക്ക് പീസും ഫ്രണ്ട് പീസും അടിക്കാനുള്ള എക്സ്ട്രാ ഉള്ള തുമ്പ് ബാക്ക് പീസുമ്പോൾ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ പാൻറ്റിന്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് വരയ്ക്കുകയാണ്. അതുപോലെ ഷേപ്പ് വരച്ചിട്ടോ, ബാക്ക് പീസുമേ ഇതുപോലെ ഷേപ്പ് വരച്ചു. എന്നിട്ട് ഈ കോണിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ച് വ്യത്യാസം പാടുള്ളൂ. ഓക്കെ, ഒരു 1.5 ഇഞ്ച് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിനാണെങ്കിലോ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3/4 ഇഞ്ചിൻ്റെ വ്യത്യാസം പാടുള്ളൂ. ഓക്കെ, 3/4 ഇഞ്ചിൻ്റെ വ്യത്യാസം. ബാക്കിന് ഒരു 1.5 ഇഞ്ചിൻ്റെ വ്യത്യാസമൊക്കെ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മാർക്കിങ് ഫുള്ളായി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് മാർക്ക് ചെയ്തിട്ട് ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, ഇത് കറക്റ്റ് തന്നെയാണോ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പാൻറ്റിൻ്റെ ഏകദേശം കട്ടിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാനും കൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കട്ടിങ് മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ.
സ്റ്റിച്ചിങ് ഞാൻ അതിൽ കൊടുക്കണില്ല. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു ട്രൗസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൗസറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പ്ലീറ്റൊക്കെ വെച്ച് കണ്ടുള്ളൊരു ട്രൗസർ. ഈ പാൻറ്റിന് നമ്മൾ പ്ലീറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ട്രൗസറിൻ്റെ വീഡിയോൻ്റെ അത് സ്റ്റിച്ച് ചെയ്യേണ്ട ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അതെടുത്ത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പാൻറ്റും കട്ട് ചെയ്യുക. ഏകദേശം അതേമാതിരി തന്നെയാണ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്. പാൻറ്റ് കുറച്ച് ലെങ്ത്ത് കൂടുതലെന്നുള്ളൂ, ട്രൗസറിൻ്റെ മാതിരി തന്നെയാണ്. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് അതിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ പാൻറ്റും ട്രൗസറൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ടെക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു 2.5 ഇഞ്ച് ഇതുപോലെ സെൻറ്ററിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു മാർക്കിങ് കൊടുത്തുകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് അത് രണ്ടാമത്തെ ബാക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ടെക്ക് വരും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.